നമസ്കാരം. റിയൽ ന്യൂസ്. ബാലുശ്ശേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി VT സൂരജിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി ഉള്ളിയേരിയിൽ UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. കൺവെൻഷൻ നിയോജക മണ്ഡലം UDF ചെയർമാൻ സാജിദ് കോറത്ത് ഉദ്ഘാടനം ചെയ്തു. VT സൂരജ് പങ്കെടുത്തു. ബാലുശ്ശേരിയിൽ മാറ്റത്തിന്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണെന്നും UDF സ്ഥാനാർത്ഥി വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബാലുശ്ശേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി VT സൂരജിൻ്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ ഭാഗമായാണ് ഉള്ളിയേരിയിൽ UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. കൺവെൻഷൻ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ സാജിദ് കോറത്ത് ഉദ്ഘാടനം ചെയ്തു. മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച VT സൂരജ് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കാൻ നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യോഗം ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നതിനെക്കാട്ടി ഒക്കെ ഏറ്റവും എനിക്ക് ഇടയിടത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഉദ്ഘാടനമൊന്നും വരില്ല. അത് എനിക്കുള്ളൊരു സ്നേഹം. ഇപ്പൊ ഇടയിടത്ത് DCC പ്രസിഡന്റ് അങ്ങനെ എന്ന് പറഞ്ഞു. പ്രസിഡന്റ് അല്ല, പ്രസിഡന്റ് തന്നെയാണ്. കാരണം പ്രസിഡന്റ് മത്സരിക്കാൻ പോകുമ്പോൾ മൂപ്പര് വരണം എന്നുള്ള ഒരു നിർബന്ധമൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ DCC പ്രസിഡന്റാണ്. ഞങ്ങളെ വലിയ തങ്ങളാണ് എടാടത്ത്. അപ്പൊ അതുകൊണ്ട് എടാടത്തിനെ പോലത്തെ ആളുകളെ വെച്ചുകൊണ്ട് പിന്നെ എടാടത്ത് പറഞ്ഞ് ഞാനുള്ളപ്പോ ഇനി എപ്പോഴും ഉദ്ഘാടനമൊക്കെ ചെയ്തോ എന്ന് ഒരു സമ്മതമൊക്കെ തന്നിട്ട് എടാടത്തിലേക്ക് അനുഗ്രഹത്തോടുകൂടി ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. തൻ്റെ സ്ഥാനാർത്ഥിത്വം യുവജനങ്ങൾക്കുള്ള അംഗീകാരമാണെന്നും ബാലുശ്ശേരിയിൽ കാറ്റ് മാറി വീശുമെന്നും സ്ഥാനാർത്ഥി VT സൂരജ് പറഞ്ഞു. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ KSU ജില്ലാ പ്രസിഡന്റിനെ മത്സരിപ്പിക്കാൻ പാർട്ടി എടുത്ത തീരുമാനത്തിന് മുന്നിൽ മുന്നണി എടുത്ത തീരുമാനത്തിന് മുന്നിൽ കൈകൂപ്പി എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് ഉള്ളിയേരിയിലെ പ്രിയപ്പെട്ട എല്ലാവരെയും. ഒരു വലിയ പ്രസംഗത്തിനോ എണ്ണി പറഞ്ഞുള്ള കണക്ക് നിരത്തലുകൾക്കോ ഞാനില്ല. ബാലുശ്ശേരിയെക്കുറിച്ചും ഉള്ളിയേരിയെക്കുറിച്ചൊക്കെ ഏറ്റവും നന്നായി മനസ്സിലാക്കിയ എൻ്റെ പ്രിയപ്പെട്ട ആളുകളാണ് ഇവിടെയുള്ളത്. ഞാനൊരു സാധാരണ നാട്ടുപുറത്തുകാരനാണ്. ഒരു കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെ മകനാണ്. അതേപോലെ കർഷകരും തൊഴിലാളികളും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരും ഒക്കെയുള്ള ഒരു നാടാണ് നമ്മുടെ ഉള്ളിയേരിയും ബാലുശ്ശേരിയും ഒക്കെ. അങ്ങനെ കടന്നു വരുന്ന ആളുകൾക്കിടെ ജീവിത പ്രയാസങ്ങൾ കാണുകയും കേൾക്കുകയും അതിന് പരിഹാരം കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്വം കടമയുമാണ് ഒരു പൊതുപ്രവർത്തകന്റെ അല്ലെങ്കിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളുടെ എക്കാലത്തെയും എപ്പോഴുമുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം. നിങ്ങളോട് ഞാൻ ഒരു കാര്യത്തിൽ ഉറപ്പ് നൽകാം. നിങ്ങൾ എനിക്കൊരു അവസരം തന്നാൽ നിങ്ങൾക്ക് ജനങ്ങളോട് ധൈര്യത്തിൽ പറയാൻ സാധിക്കും. ഒരു ഘട്ടത്തിലും നിങ്ങൾക്കത് തെറ്റായിപ്പോയി എന്ന് പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാവില്ല. 100% നീതി പുലർത്തിക്കൊണ്ട് ഈ നാടിന് വേണ്ടി ചങ്കു പറച്ച് പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. ഞാൻ പറഞ്ഞു, സാധാരണക്കാരന്റെ പശ്ചാത്തലങ്ങൾ അത് സാധാരണക്കാരന്റെ പശ്ചാത്തലങ്ങൾ തന്നെയാണ്. UDF ചെയർമാൻ VV നജീബ് അധ്യക്ഷനായി. DCC സെക്രട്ടറി എടാടത്ത് രാഘവൻ മുഖ്യ പ്രഭാഷണം നടത്തി. UDF കൺവീനർ കൃഷ്ണൻ കൂവിൽ, K അഹമ്മദ് കോയ, KK സുരേഷ്, PP കോയ, സിറാജ് ചിറ്റേടത്ത്, P ചന്ദ്രൻ, റഹീം അടത്തിൽ, PK മജീദ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പ്രകടനവും നടന്നു. പ്രകടനത്തിന് ശേഷം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവും നിർവഹിച്ചു. റിയൽ ന്യൂസ്, ബാലുശ്ശേരി.